ഇവിടെ ഇവിടെ ഈ പറയുന്ന വസുദേവ കുടുംബകം അല്ലെന്നുണ്ടെങ്കിൽ അതിർത്തികളില്ലാത്ത വിശാലമായ ദേശം, അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ പേരുകളൊന്നും ഇല്ലാത്ത വിശാലമായ ദേശം എന്നൊക്കെ നമുക്ക് പറയാം. അത് നടപ്പാകൽ താങ്കൾക്ക് അറിയാം. ഉട്ടോപ്യൻ സ്വപ്നമാണ്, താങ്കൾക്കും അറിയാം. എന്ത് ഉട്ടോപ്യൻ? ചുമ്മാ അസംബന്ധം എന്നോട് ഞാൻ പറയുന്ന അതിർത്തികൾ നാട്ടിനകത്ത് രാജാവ് ഉണ്ടായിരുന്നല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, ഇയാൾ ചോദിച്ചു കഴിഞ്ഞു. ഇല്ല, ഞാൻ ചോദിച്ചില്ല. മനസ്സിലായി. ഇല്ല. ഇവിടെ ശാക്തിക ചേരികൾ കൂടുതൽ ബലപ്പെടുന്ന കാലത്ത്, രാഷ്ട്രങ്ങൾ കൂടുതൽ ശക്തമാകുന്ന കാലത്ത് അതിർത്തികളില്ലാത്ത വിശാലമായ സാമ്രാജ്യം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നും മൈത്രേയൻ നന്നായി അറിയാം. അറിഞ്ഞൂടാ. തന്നെ പോലുള്ള വിഷയവിവരമില്ലാത്ത മാർക്ക് മാത്രമുള്ള നിലപാടാണ്. അപ്പൊ താങ്കൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു ഇന്ത്യയുടെ പാകിസ്ഥാനും അതിർത്തികൾ മായാൻ പോകുന്നു, അമേരിക്കയുടെ കാനഡ മെക്സിക്കോ അതിർത്തികൾ മായാൻ പോകുന്നു, വിശാലമായ സ്വർഗം ഉണ്ടാകാൻ പോകുന്നു, താങ്കൾ വിശ്വസിക്കുന്നോ? ഞാൻ വിശ്വാസമൊന്നും ഉള്ള ആളല്ല, വിവരമുള്ള ആളാ. അപ്പൊ എന്ത് താങ്കൾ കരുതുന്നു? അറിയുന്ന ആളാ. താങ്കൾ കരുതുന്നു അങ്ങനെ സംഭവിക്കുന്നതല്ല? അതിനുവേണ്ടി ജീവിക്കുന്ന മനുഷ്യനാണ് ഞാൻ. അത് വെറുതെ ജീവിതമാണ്. വെറുതെ ജീവിതം തന്നെ പോലുള്ള ഇതുപോലെ ഇങ്ങനെ വാചടിക്കുന്നവർക്കുള്ളതാണ്. നടക്കില്ല, അത് നടക്കില്ല. അത് ലോകത്ത് നടക്കില്ല എന്നുള്ളത് തന്നെ പോലുള്ള മനുഷ്യന്മാരുള്ളിടത്തോളം കാലം നടക്കത്തില്ലെന്ന് എനിക്ക് അറിയാം. അങ്ങയുടെ വിശാലമായ സ്വപ്നം മാത്രമാണ് സ്ഥിതി സമത്വം എന്ന് പറയുന്നത് പോലെ വിശാലമായി നടക്കാത്ത സ്വപ്നം മാത്രമാണ്. നടക്കാത്ത സ്വപ്നമാണെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. അത് ഇയാൾ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട. താങ്കളുടെ തീരുമാനമല്ല. അതെ, പിന്നെ തനിക്ക് ആരാ അല്ല, തനിക്ക് ഈ വിഷയം ഒന്നും അറിഞ്ഞൂടാ. ഇവിടെ നിന്നിട്ട് ആകത്തില്ല. അല്ല ശ്രീ മൈത്ര, ഞാൻ താങ്കളെ ഉപദേശിക്കാൻ ആളുമല്ല. അപ്പൊ പിന്നെ എന്തിനാണ് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ചോദിച്ചു മനസ്സിലാക്ക്. അല്ല, ചോദിച്ചു മനസ്സിലാക്കാനുള്ള കാര്യമല്ല ഇത്. അല്ല, അപ്പൊ പിന്നെ ഇയാൾക്ക് തീരുമാനം ഇവിടെ ഉള്ളത്. വിഷയത്തിനകത്തുള്ളത് താങ്കളുടെ സ്വപ്നത്തിൽ ഈ രാജ്യത്തിന്റെ അതിർത്തികളൊക്കെ മാറി വിശാലമായ എല്ലാ ഒരു വലിയ ലോകം. എനിക്ക് നല്ല വിവരമുള്ള ആളാണ്. മണ്ടത്തരമാണ്, നടക്കാൻ പോകുന്നില്ല. അതാ പറഞ്ഞ തന്നെ പോലെ മണ്ടന്മാരിരുന്ന് ഇതേപോലെ ചോദിക്കുമ്പോൾ ഇതുപോലെ പറയുന്ന സമയത്ത് അത് വിവരത്തോടെ പറഞ്ഞു തരാൻ അറിയുന്ന ആളാണ്. എന്നോട് ചോദിച്ചു മനസ്സിലാക്ക്. ഇത് ചോദിച്ചു മനസ്സിലാക്കാനില്ല. അത്രയാണ്. അപ്പൊ പിന്നെ ഇല്ല, ഇത് ചോദിച്ചു മനസ്സിലാക്കാനുള്ളതില്ല. അപ്പൊ അത് മനസ്സിലാക്കാനില്ലെന്ന് തീരുമാനിച്ചത് വിശ്വാസിയുടെ ലക്ഷണമാണ്. താൻ ഈ പറഞ്ഞിരിക്കുന്നത് കഠിനമായ വിശ്വാസികളുടെ ലക്ഷണമാണ്. എനിക്കിനി ചോദിച്ചു മനസ്സിലാക്കാനില്ലെന്ന്. ശ്രീ മൈത്രേയൻ, യാഥാർത്ഥ്യം അതല്ലെന്ന് എല്ലാവർക്കും അറിയാം. ആർക്കറിയാവുന്ന കാര്യമാണ്. തനിക്ക് വിവരമില്ലെന്ന് പറ. യാഥാർത്ഥ്യം അതിർത്തികളാണ്. എന്ത് യാഥാർത്ഥ്യം അതിർത്തികളാണ്? യാഥാർത്ഥ്യം ഇസ്രായേലും പലസ്തീനും യുദ്ധമാണ്. യാഥാർത്ഥ്യം ഇന്ത്യ പാകിസ്ഥാൻ ഫേസ് ഓഫ് ആണ്. താൻ സ്വല്പമെങ്കിലും ബുദ്ധിയുള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഉണ്ട്. ഇപ്പൊ ഉണ്ടോ? ഇല്ല, ഇപ്പൊ ഇല്ല. അതുകൊണ്ട് അപ്പൊ ഇന്ത്യ ആ അതിർത്തി എവിടെ പോയി? മൈസൂർ ടിപ്പു സുൽത്താനും കേരളവും തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ യുദ്ധം ഉണ്ടോ? ഇപ്പൊ ഇല്ല. ഇപ്പൊ യുദ്ധമില്ല. മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഇഷ്യൂ വരുന്ന സമയത്ത് തമിഴിനും മലയാളിയായിട്ട് സംസാരിക്കുമല്ലോ. യുദ്ധമുണ്ടോ? യുദ്ധമില്ല. കാവേരിയും ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന വെള്ളത്തിന്റെ കാര്യം വരുന്ന സമയത്ത് തമിഴ്നാട്ടുകാരും കർണാടകക്കാരും മഴകിടുന്നുണ്ടല്ലോ. യുദ്ധമുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടുന്ന് പഞ്ചാബ് വരെ യുദ്ധമില്ലാതായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് യുദ്ധം പറയുന്നത്. എന്നോട് ഇയാൾ പറഞ്ഞു കഴിഞ്ഞാണ് മിണ്ടരുത്. ഇവിടെ നിന്ന് പഞ്ചാബ് വരെ യാത്ര ചെയ്യുന്ന സമയത്ത് 1000 യുദ്ധം ചെയ്യേണ്ടിയിരുന്ന ഒരു ലോകമായിരുന്നത്. ആ സ്ഥലത്ത് നിന്ന് ആ യുദ്ധങ്ങൾ ഒഴിവായിപ്പോയി. 1-ാം ലോകമഹായുദ്ധവും 2-ാം ലോകമഹായുദ്ധവും ട്രെഞ്ച് വാർഫെയർ നടത്തിയ സ്ഥലമാണ് ആ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. ആ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ചുകാരും ജർമ്മൻകാരും ഇന്ന് അവിടെ ചെങ്കൻ വിസയിൽ 28 രാജ്യത്തിനകത്ത് നടന്നു പോവാം. ഈ ലോകം മാറിക്കൊണ്ടിരിക്കുന്നത് കാണാതെ അതിർത്തി ഭയങ്കര സംഭവമാണെന്നൊക്കെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും തനിക്ക് അസാമാന്യമായ വിവരക്കേടുണ്ടെങ്കിലേ പറ്റൂ. ശ്രീ മൈത്രേയൻ, അല്ലാതെ കഴിയില്ല. ഞാൻ നേർ കാണുന്ന അനുഭവങ്ങൾ, നമ്മൾ കാണുന്ന വാർത്തകളൊക്കെയാണ്. ഈ കാലത്തെ വാർത്തകൾ രാജ്യങ്ങൾ അതിന്റെ ആയുധപ്പുരകളിൽ കൂടുതൽ ആയുധങ്ങൾ നിറയ്ക്കുകയും ന്യൂക്ലിയർ വാർഹെഡ്സ് ഉണ്ടാക്കുകയും ഞങ്ങൾക്ക് ഇത്ര ന്യൂക്ലിയർ വാർഹെഡ്സ് ഉണ്ടെന്ന് മേനി പറയുകയും ചെയ്യുന്ന ആയുധ കച്ചവടത്തിലൂടെ വലിയ സമ്പത്തുള്ള രാഷ്ട്രങ്ങളുള്ള ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ പോട്ടെ, ഞാൻ പറഞ്ഞ അവിടെ അതിർത്തികൾ മാഞ്ഞ് ലോകം മുഴുവൻ ഒരു ജനതയാകുമ്പോൾ താങ്കളുടെ വിശ്വാസത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ വിശ്വാസികളെ താങ്കളുടെ അറിവിനെ അല്ലെങ്കിൽ താങ്കളുടെ ബോധ്യത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ശ്രീ മൈത്രേയൻ. പക്ഷേ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് രാഷ്ട്രസങ്കല്പത്തിലാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം എന്റെ രാഷ്ട്രമാണ്. അതൊരു മണ്ടന്മാരുടെ രാഷ്ട്രമാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മണ്ടന്മാരുടെ സങ്കല്പമാണ്. ഇല്ല, എന്നാൽ ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകൾ മണ്ടന്മാരെന്ന് താങ്കൾ പറയുകയാണ്. ഭൂരിപക്ഷം മണ്ടന്മാരാണ്. താങ്കൾ പരിഹരിച്ചോളൂ. എന്റെ ചോദ്യം അതല്ല. അങ്ങനെ ബഹുഭൂരിപക്ഷം ആൾക്കാർ ഒരു രാഷ്ട്രസംഘത്തിൽ വിശ്വസിച്ചിരിക്കെ ഈ ദേശസ്നേഹം എന്ന് പറയുന്നത് മതതീവ്രവാദം പോലെ ഒരുപോലാണ് എന്നൊക്കെ മാത്രമല്ല, കൂടുതലാണ്. മതതീവ്രത പരമാവധി കൂടി വന്നാലേ അവരുടെ കയ്യിലിരിക്കുന്ന ആയുധം എടുക്കത്തുള്ളൂ. ഇത് പുതിയ ആയുധങ്ങൾ മുഴുവൻ അവർക്ക് കൊണ്ടുപോയി കൊടുത്തോണ്ടിരിക്കുന്നത് രാജ്യസ്നേഹികളാണ്. AK-47 എന്ന് പറയുന്ന ഒരു തോക്ക് താലിബാനിലുള്ള ഒരാൾ പോലും അത് ഉണ്ടാക്കാൻ അറിയുന്നവരല്ല. അവർക്ക് ഒരു ഉണ്ട പോലും ഉണ്ടാക്കാൻ അറിയുന്നവരല്ല. അത് മുഴുവൻ ആരാ കൊടുക്കുന്നത്? അമേരിക്ക. ഗവൺമെന്റുകൾ
എന്നാൽ അത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഗവൺമെന്റ് ഫാക്ടറികളിലെ അത് ഉണ്ടാക്കാൻ അനുവദിച്ചിട്ട് പോലും ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഗവൺമെന്റുകൾ തന്നെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ എന്താണ് മതതീവ്രവാദികൾ ഉണ്ടാക്കുന്നതല്ല ഇതൊന്നും. ആഫ്രിക്കയിലും ഓരോ സ്ഥലങ്ങളിലുള്ള ഗോത്രവർഗ്ഗങ്ങൾ പരമാവധി അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെട്ടുവാളായിരിക്കും. അത് നമുക്ക് നമ്മുടെ കണ്ണൂർ നോക്കിയാൽ മതി. ഇവിടുത്തെ CPM-ഉം RSSകാരും തമ്മിൽ വെട്ടുവാൾ വെച്ചിട്ടാണ് ഇപ്പോഴും വെട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രാകൃത ജീവികളാണ് പരമാവധി. പക്ഷെ അവരുടെ കയ്യിലൊരു AK-47 കൊണ്ട് കൊടുത്ത കഥ മാറും. ഇതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇത് ഈ പറയുന്ന കച്ചവടം എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങൾ വിൽക്കാൻ മറ്റുള്ളവരെ തമ്മിലടിപ്പിക്കാൻ പറ്റുമെന്ന് അറിയുന്ന ഒരു ഏരിയ അതിന് നിൽപ്പുണ്ട് എന്നുള്ളതൊഴിച്ച് ലോകത്ത് യുദ്ധം ചെയ്യുന്ന നമുക്ക് വെറുതെ നോക്കിയാൽ മതി. ആറ്റം ബോംബ് ഒരു തവണയെ നമ്മൾ ഇട്ടിട്ടുള്ളൂ, രണ്ടാമതിട്ടിട്ടില്ല. ആ രണ്ടാമതിടാകി ഇത്ര എണ്ണം ഉണ്ടാക്കി പോയതിനകത്ത് ന്യൂക്ലിയർ മിസൈൽ ട്രീറ്റുകൾ ഉണ്ടാക്കി അത് കുറയ്ക്കുക എന്നുള്ളതാണ് ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 50 വർഷം മുമ്പ് ആയിരക്കണക്കിന് യുദ്ധങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന രാജ്യങ്ങളില്ലാത്ത ഇന്നോ 4, 5, 6 യുദ്ധമായിട്ട് ഒരു വർഷം മാറിയിട്ടുണ്ട്. അല്ലാതെ വലിയ യുദ്ധങ്ങൾ ഉണ്ടാകുന്നതല്ല, പടരത്തില്ല. പണ്ടങ്ങനല്ല. യുദ്ധം ആൾക്കാർക്ക് വിവരം വന്നുണ്ട്. അല്ല, അത് ആൾക്കാർ വിവരം കൊണ്ടൊന്നല്ല, ഒരു പേടിയുടെ കാര്യം ഇതാണ്, ഭയം കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ കൂടുതൽ ആണവായുധം അപ്പുറത്തിരിപ്പുണ്ട്, ഞാൻ കയറി ചൊറിഞ്ഞാൽ നമ്മുടെ രാജ്യം ഇല്ലാതാകും. അങ്ങനെയാണെന്നുണ്ടല്ലേ, അല്ല താങ്കൾ ഈ പറയുന്ന വിശാലമായ ശാന്തി കളിയാടുന്നുണ്ടല്ല. ആണ്, അത് വിവരമില്ലാതാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് പറയുന്നത് കേൾക്കാനെങ്കിലും മനസ്സിലാക്കാനെങ്കിലും ശ്രമിക്കുക. അതെങ്ങനെയാണ് ശാന്തി പറയാ? ശാന്തിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യക്ക് ആണവായുധം ഉണ്ടല്ലോ, ഉണ്ട്. എന്നാ ബംഗ്ലാദേശിന് വേണ്ടല്ലോ ഇടാത്തെ? കാര്യമില്ലാത്തോണ്ട്. എന്ത് കാര്യമില്ലാത്തോണ്ട്? ബംഗ്ലാദേശ് ഇയാൾ പറയുന്ന ന്യായമാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആണവായുധം പാകിസ്ഥാന് വേണ്ടിയിടാത്തെ? അത് സർവനാശം ഉണ്ടാകുന്നുള്ളൂ. അത് അത്രയാണ്. ഇതിനെയാണ് വിവരം. അതെന്തുകൊണ്ടാണ്? ഇതിനെയാണ് വിവരം എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? പാകിസ്ഥാന്റെ പക്കൽ ആണവായുധം ഉണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം തന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. ബംഗ്ലാദേശുമായിട്ട് എന്താണ് ആറ്റം ബോംബ് ഇടാത്തെ? അവർ ശത്രു നമുക്ക് ഇല്ലാത്തോണ്ടോ? അവരവിടെ വേലി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ശത്രു ചെയ്യില്ലെന്ന്? ഞാനത് ചോദിക്കുന്ന യുദ്ധം തന്നെ അവിടെ എന്ന് വേലി കെട്ടി യുദ്ധം ചെയ്ത സ്ഥലമാണത്. ഇടത്തില്ല. ഇത്രയും നാള് ഇപ്പം ഇറാഖില് അമേരിക്കയ്ക്ക് ആണവായുധമുണ്ടല്ലോ, യുദ്ധം ചെയ്തല്ലോ, എന്താ ഇടാഞ്ഞേ? അഫ്ഗാനിസ്ഥാനില് എന്താ ഇടാഞ്ഞേ? ലിബിയയില് യുദ്ധം ചെയ്തല്ലോ, എന്താ ഇടാഞ്ഞേ? സിറിയ യുദ്ധം ചെയ്തല്ലോ, എന്താ ഇടാഞ്ഞേ? റഷ്യയും യുക്രൈനും നടക്കുന്ന യുദ്ധത്തിൽ എന്താ ഇടാത്തെ? അതോരോ യുദ്ധതന്ത്രങ്ങളല്ലേ. അപ്പൊ ഈ തന്ത്രം എന്ന് പറയുന്നതിനാണ് യുദ്ധതന്ത്രങ്ങൾ, സാധനം കയ്യിലിരിക്കുന്നതുകൊണ്ട് ഇപ്പോ തനിക്ക് ആ വിഷയം അറിഞ്ഞുകൂടാതെ ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കാമെങ്കിൽ തനിക്ക് അല്പമെങ്കിലും ഞാനായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് എവിടെയാണോ നിന്ന് അവിടെ തന്നെ നിൽക്കും. അവിടെ നിൽക്കാതിരിക്കാനാണ് അത് മനസ്സിലാക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു ആയുധം ഉപയോഗിച്ച് നമ്മളൊരു യുദ്ധം ജയിച്ചാൽ ആ യുദ്ധം ജയിക്കുന്നവർക്ക് പ്രയോജനം ഉണ്ടാകാത്ത നില ആണവായുധത്തിനുണ്ട്. ഇതുകൊണ്ടാണ് ഇടാത്തത്. പേടിയല്ലത്, ഉപയോഗശൂന്യമാണ്. വീണ്ടും പറയുന്നത് പേടിയല്ല. താങ്കൾ പറയുന്ന വിശാലമായ ശാന്തി കളിയാടുന്ന എല്ലാവർക്കും വിശാലമായ ശാന്തി കളയാടുന്നോണ്ടാണ് താൻ കോട്ടിട്ട് നിൽക്കുന്നത്. ഞാൻ ഇത് പ്രൊവോക്കഡ് അല്ല, വിവരത്തോടെ പറയുകയാണ്. പറയുന്നത് ചോദ്യം ചോദിക്കുന്ന ആളെ വിവരക്കേട് എന്നൊക്കെ പറയുന്നത് ചീപ്പ് ഷോട്ട് അല്ലേ? അങ്ങനെ പറയും. ആവർത്തിക്കുന്നതുകൊണ്ടാണ് ഒരു നിലപാട്. നമ്മൾ രണ്ടുപേരും കൂടെ സംസാരിക്കുന്ന സമയത്ത് വിഷയം വികസിക്കണം. അതിനു പകരം ഇയാൾ ആദ്യമേ പറഞ്ഞില്ലേ MA കാര്യത്തിനകത്ത് ഞാൻ നിലപാടാണ്, എന്ത് പറഞ്ഞാലും ഞാൻ എടുക്കത്തില്ലെന്ന് പറയുന്നത്. അതേപോലെ നിലപാടാണ് ലോകത്ത് സമാധാനം വരുത്തില്ല എന്നുള്ള തന്റെ നിലപാട്. മനുഷ്യരെ കൊല്ലുന്ന മയക്കുമരുന്നാണെന്ന് ഞാൻ ഈ വിവരക്കേട് വിടത്തില്ല എന്നുള്ള വാശി കൊണ്ടാണ്. വാശിയല്ല മൈത്രയാ, അത് വാശിയല്ല മൈത്രയാ. MDMA എന്ന് പറയുന്നത് മാരക രാസലഹരിയാണെന്നും അത് കുട്ടികളെ കൊല്ലുന്ന വിപത്താണെന്നും എന്റെ ബോധ്യമാണ്. ഞാൻ അതുകൊണ്ടാണ് ഏതോ കാലത്ത് എന്തോ ചിന്ത പറഞ്ഞാലോ അങ്ങനെ അല്ലാതാവും. ആറ്റം ബോംബ് ഉണ്ടായാലോ ഉടനെ ഇടും എന്നുള്ളതാണല്ലോ തന്റെ നിലപാട്. അല്ല, എന്റെ നിലപാട് അങ്ങനെയല്ല. എന്താ ഇടാത്ത ഞാൻ പേടി കൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്ത് പേടിയാ? ആറ്റം ബോംബ് ഇങ്ങോട്ട് ഇട്ടാ അവിടെ ഇങ്ങോട്ട് വീഴും, മൊത്തം സർവനാശം ഉണ്ടാകുന്ന ഭയമാണ്. ഇങ്ങോട്ട് വരാത്തിടത്തെല്ലാം ഇടാവല്ലോ. എന്താ ഇടാത്തെ? ഞാൻ 5 രാജ്യത്തിനെ പറ്റി ഇയാളുടെ പറഞ്ഞ് അവിടെ ഞാൻ പറയുന്നു എസ്കലേഷൻ ലാഡർ എന്നൊരു സംഗതി ഉണ്ട്, യുദ്ധതന്ത്രമൊന്നുണ്ട്, യുദ്ധത്തിന്റെ വേറെ ജയിക്കുന്നത് അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇവിടെയാണ് ഈ തരത്തിലുള്ള ആണവായുധം എന്ന് പറയുന്നത് ഉപയോഗശൂന്യമായി പോയതാണ്. എന്നാൽ യുദ്ധത്തിന്റെ യുക്തിക്ക് പുറത്താണത്. സൂക്ഷിക്കുന്ന എന്തിനാണ്? ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന എന്തിനാണ്? ആളുകൾ ഉണ്ടാക്കി പോയത് കൊണ്ടാണ്.
ഉണ്ടാക്കിപ്പോയതാണ്. ഉണ്ടാക്കിയപ്പോൾ നശിപ്പിക്കാൻ അതുകൊണ്ടാ പിന്നെ അത് അതുകൊണ്ടാണ് ആണവായുധത്തിന്റെ ചെയ്യുന്നത്. എന്തിനാണ് കൂടുതൽ ന്യൂക്ലിയർ വാർഹെഡ്സ് ഉണ്ടാവുന്നത്? ഉണ്ടാക്കുന്നില്ല. എവിടുന്നാണ്? പാകിസ്ഥാൻ ഉണ്ടാവുന്നുണ്ട്, ഇന്ത്യക്ക് ഉണ്ടാവുന്നുണ്ട്. പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് പറയുന്നത് ഇന്ത്യക്ക് മേൽ വേണ്ടി വന്ന ആണവായുധം പ്രയോഗിക്കുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പറയത്തേ ഉള്ളു. എന്തുകൊണ്ടാണ് പറയുന്നത് ചോദിക്കുന്നത്? താങ്കൾ പറയുന്ന ശാന്തി കളയാടുന്ന അന്തരീക്ഷമാണെങ്കിൽ, എല്ലാ കാര്യവും ബോധമുള്ള മനുഷ്യരാണെങ്കിൽ എന്തുകൊണ്ടാണ് പറയുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ല. അതൊക്കെ തന്റെ വായിക്കാതൊന്നും ഇങ്ങോട്ട് ഒഴിയുന്നതാ. ഞാൻ പറഞ്ഞിട്ടില്ല. നാട്ടിനകത്ത് ലക്ഷക്കണക്കിന് യുദ്ധങ്ങളും ലക്ഷക്കണക്കിന് പ്രശ്നങ്ങളും നിലനിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഇന്ന് നമ്മളെല്ലാവരും കൊട്ടാരത്തിൽ കഴിഞ്ഞിരുന്ന രാജാവിൻ്റെ കീഴിൽ കുടിൽ കഴിഞ്ഞിരുന്നവരുടെ പകരം നമ്മളെല്ലാവരും നല്ല സമ്പത്തുള്ളവരായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ മാറിയെന്നാണ് ശാന്തി കളിയാടുന്ന സ്ഥലം. ഇന്ന് 800 കോടിക്കകത്ത് 100 കോടിയെ പട്ടിണിയുള്ളൂ. ഇത് മാറി ലോകത്ത് മെച്ചപ്പെട്ട ലോകമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അത് മുഴുവൻ കുഴപ്പമാണെന്നാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ അങ്ങനല്ല. ഞാൻ പറഞ്ഞ രാജ്യത്തിന് അതിർത്തികളില്ല. അതിർത്തികൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ പറയുന്നത് 100 കണക്കിന് അതിർത്തികൾ മാഞ്ഞു പോയതാണ് ഇന്ത്യ. താങ്കൾ പറയുന്നത് ഈ ആണവായുധങ്ങൾ കയ്യിൽ ആഴ്സണൽ വെച്ചുകൊണ്ട് അത് പിന്നെയും അതിനെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് രാജ്യങ്ങളെ പേടിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഇൻഡ്യൂസ് സമാധാനവും താങ്കൾ ഈ പറഞ്ഞ രണ്ടും ഇൻഡ്യൂസിന്റെ സമാധാനം ഒന്നും അല്ലത്. അതുകൊണ്ടാണ് ശ്രീലങ്കയ്ക്ക് ആണവായുധം ഇല്ല. പിന്നെ അവരെങ്ങനെ കഴിയും? ഇയാൾ പറയുന്ന പോലെ ആണെന്നുണ്ടെങ്കിൽ മാലിക്ക് അവിടെ ഉണ്ടല്ലോ, മാലി, അതെന്താ ആരും പിടിക്കാത്തെ? ഇതൊന്നും ഇത് പ്രശ്നമല്ലത്. അതുകൊണ്ടാണ് ലോകത്ത് മനുഷ്യന്മാര് പരസ്പരം പരിചയമുള്ളവരും അറിവുള്ളവരും ഒപ്പം തന്നെ അപ്പുറത്തിരിക്കുന്ന ആള് നമ്മുടെ സാധനം വാങ്ങേണ്ട ആളാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്ന കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. ഇതുകൊണ്ടാണ് ഒരു യുദ്ധം ഉണ്ടായി തുടങ്ങിയാൽ പോലും പെട്ടെന്ന് നിർത്തുന്നത് വ്യാപാരത്തിനും വ്യവസായത്തിനും തടസ്സമായി മാറും എന്നുള്ള മനുഷ്യ തിരിച്ചറിവ് കൊണ്ടാണ്. ഈ മേഖലകളെ പറ്റിയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്.